ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 13 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ഊർജിതമാക്കുകയാണ് മുന്നണികൾ. മാസപ്പടി വിവാദത്തിലെ ഇഡി നീക്കങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നു. ബിജെപിക്കെതിരെ മുഖപത്രമായ ദീപികയിലെ ലേഖനത്തിലൂടെ സിറോ മലബാർ സഭ പരോക്ഷ വിമർശനം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും തിങ്കളാഴ്ച കേരളത്തിലെത്തും. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇഡി അന്വേഷണം കോൺഗ്രസും ബിജെപിയും ഒരേപോലെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഭരണ നേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മുഖ്യമന്ത്രി ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. മുഖ്യമന്ത്രി അത് എത്ര മറച്ചു വയ്ക്കാനും മുഖ്യമന്ത്രി ഇതെല്ലാം മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ തരത്തിലുള്ള പ്രസംഗം. രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ആക്ഷേപം, കോൺഗ്രസിനെതിരായിട്ടാണ് ആക്ഷേപം. അപ്പം നിങ്ങൾ കോൺഗ്രസിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ബിജെപിക്കെതിരെയുള്ള സിറോ മലബാർ സഭയുടെ പരോക്ഷ വിമർശനം ദീപികയിലെ ലേഖനത്തിലാണുള്ളത്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ടെന്ന മുഖപ്രസംഗം. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തെയും ഹിന്ദു വർഗീയതയും എതിർത്തിട്ടുള്ളവരാണ് കത്തോലിക്ക സഭയെന്നും ലേഖനത്തിൽ പറയുന്നു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മത്സര തൊഴിലാളിയാണെന്ന് UDF നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. അദ്ദേഹം ഒരു മത്സര തൊഴിലാളിയാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും, ഏത് മുന്നണിയിലാണെങ്കിലും മത്സരിക്കണം. മത്സരിച്ച് പാവപ്പെട്ട ആളുകൾ അവരുടെ പോക്കറ്റിലെ പൈസ മുടക്കി പ്രവർത്തിക്കും, ഇങ്ങനെ പണപ്പെരുവുമായിട്ട് നടക്കും, അവസാനം അദ്ദേഹം പണമായിട്ട് വീട്ടിൽ പോകുന്ന പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും രാഹുൽ ഗാന്ധി വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. 24 തിരുവനന്തപുരം.